ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്കുപാലിച്ച് സർക്കാർ സ്കൂളിലെ ടീച്ചർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപികയായ സൗമ്യ രഞ്ജിത്താണ് സമൂഹത്തിന് മാതൃകയായത്. പരീക്ഷാകാലത്ത് ക്ലാസ്സിൽ മുഴുവൻ വിദ്യാർത്ഥികളും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ ഒരു ദിവസം ഭക്ഷണവും കളികളുമായി കൂടാമെന്ന ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം SSLC റിസൾട്ട് വന്നപ്പോൾ മുഴുവൻ കുട്ടികളും നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തിരുന്നു. തുടർന്ന് അവർക്ക് അനുമോദനങ്ങൾ നൽകുകയും രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. കളികളും പാട്ടുകളും കഥകളും ഒപ്പം മറ്റു പലഹാരങ്ങളും അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണവും ടീച്ചർ വാങ്ങി നൽകി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം ടീച്ചറായ സൗമ്യ രഞ്ജിത്താണ് വ്യത്യസ്ത മാതൃക തീർത്തത്. 3 വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടുന്നതിന് ഇതുപോലെയൊരു അവസരമൊരുക്കിയ ടീച്ചറോട് കുട്ടികൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ടായിരുന്നു. വീണ്ടും അവരുടെ 10ാം ക്ലാസ് ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഇനിയൊരിക്കലും ഇതുപോലൊരു കൂടിക്കാഴ്ച എപ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്നും പലരും പല മേഖലകളിലേക്ക് പോവുകയാണെന്നും കുട്ടികൾ പറഞ്ഞു. താൻ ക്ലാസ് ടീച്ചറായ ക്ലാസ്സിലെ 44 കുട്ടികളും തന്റെ സ്വന്തം മക്കൾ പോലെയാണെന്നും അവർക്ക് സന്തോഷം നൽകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സൗമ്യ ടീച്ചർ പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. മറ്റു കുട്ടികളെ പോലെ അങ്ങനെ കൂടുതൽ വികൃതിത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അനുസരിച്ചായിരുന്നു. ഒരു അനുസരണശീല ഉണ്ടായിരുന്നു. പേടിച്ചിട്ടാണോ ഇഷ്ടപ്പെടാണോ അറിയില്ല. അപ്പൊ അനുസരിച്ചിരുന്നു. അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോടുള്ള സ്നേഹം. അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചല്ലോ. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗെറ്റുഗദർ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഒരുവിധം 2-3 പേര് വെച്ച് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിലും ഇതിൽ പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം. VCV ന്യൂസ് ചെറുതുരുത്തി. You are watching VCV News.